ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നേ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ താത്താടെ മോൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങളൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവനിക്ക് ഞങ്ങൾ പോകുന്നത് കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ ഞങ്ങളൊരു കേക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഉമ്മ പറഞ്ഞു നമുക്ക് കേക്ക് വാങ്ങണ്ട, നമുക്ക് കേക്ക് ഉണ്ടാക്കാം, ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് ഒരു കപ്പ് ഷുഗർ ആഡ് ചെയ്യണേ. അത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണേ. കരിയാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് അത് കുറുക്കിയെടുത്തതിന് ശേഷം അതിൽ ഒരു ഗ്ലാസ് വെള്ളം നമ്മളത് ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് അതിനെ കുറുക്കിയെടുക്കണം. കാരണം വെച്ചാൽ അത് അടിപ്പിടിക്കാതെ നോക്കണേ, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നിട്ട് നമ്മൾ അതിന് ശേഷം നന്നായിട്ട് കുറുക്കിയെടുത്തതിന് ശേഷം അതൊരു ബൗളിലേക്ക് നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കുക. ബാക്കിയുള്ളതിൽ നമ്മൾ കുറച്ച് ക്യാരറ്റും ബീറ്റ്റൂട്ടും എല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ച് നട്ട്സൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടത് ഡ്രൈ ആവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്നത് ഇളക്കി കൊടുക്കാവേ. നന്നായി ഇളക്കിയതിന് ശേഷം അത് ഡ്രൈ ആവുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അത് ലോ ഫ്ലെയിമിൽ തന്നെ നമ്മളത് ചെയ്യണം, ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. പിന്നെ അതിന് ശേഷം നമ്മളൊരു ജാറിലോട്ട് 3 മുട്ടയും കുറച്ച് ഓയിലും ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഇത്തിരി മൈദാ മാവിട്ടിട്ട് ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് നമ്മളത് ഒഴിച്ച് വെച്ചതിന് ശേഷം വീണ്ടും അത് സെറ്റാവുന്നവരെ കുറച്ചും കൂടി മൈദാ മാവ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത് അതിൻ്റെ എല്ലാതും സെറ്റാവുന്നവരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് വാനില ഫ്ലേവർ നമുക്ക് ചേർക്കാം. വാനില ഫ്ലേവർ നന്നായിട്ട് ഏത് ഫ്ലേവറാണ് ഇഷ്ടം നമുക്ക് അതിനനുസരിച്ച് ചേർക്കാം. അതിലോട്ട് ഷുഗർ ആഡാക്കി നമുക്ക് അതിലോട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഡ്രൈ ആക്കി വെച്ച് കഴിഞ്ഞ ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം അതിലോട്ട് ചേർത്ത് നമുക്കത് എല്ലാം സെറ്റാക്കിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കത് നല്ല ആവിയിൽ കയറ്റാം. ഇഡ്ലിച്ചട്ടിയിലാണ് കയറ്റുന്നത്, കുക്കറിലും കയറ്റുന്നവരുണ്ട്. അത് നന്നായി ആവിയിൽ വന്നതിന് ശേഷം നന്നൊരു പ്ലം കേക്കാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. കേക്കെല്ലാം കൂടി ഞങ്ങൾ അവനിക്ക് സർപ്രൈസായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ ബർത്ത്ഡേ കേക്ക് കണ്ട് അവൻ ഭയങ്കര ഹാപ്പിയായി. അവനിക്ക് അറിയില്ല എത്രത്തോളം അവനിക്ക് സന്തോഷമുണ്ട്, അത്രയും അവൻ ഹാപ്പിയാണ്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ വിഷ് യു മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മൈ ഡിയർ ഫായിസുട്ടി. അപ്പോൾ കുഞ്ഞുമാരുടെ കുട്ടിക്ക് എന്നെന്നും 1000 ബർത്ത്ഡേ വിഷസ് ഞാൻ നേരുന്നു. അതിനെല്ലാവരും കൂടി ഹാപ്പി ആയിട്ട് കേക്കെല്ലാം മുറിച്ച് എല്ലാവർക്കും അവൻ കൊടുത്ത് അവൻ പറയേണ്ട, ഞാൻ വിചാരിച്ചില്ല ഇത്രയും സർപ്രൈസ് എനിക്ക് തരും എന്നുള്ളത്. ഓരോരോ ചെറിയ കുട്ടികൾക്കെല്ലാം ഓരോരോ സന്തോഷങ്ങളല്ലേ. അങ്ങനെ ഞാനും കൊടുത്ത് അടുത്ത വീഡിയോ കാണുന്നത്. ടാറ്റാ, ബൈ ബൈ.